ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആദ്യകൂട്ടം പറഞ്ഞു എന്നാൽ പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വിചാരിച്ചു ഇവിടെ കുറച്ചടുത്തുള്ള ചൈന മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്തേ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങ് താഴോട്ട് പോകുക കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ എന്നാൽ ഇന്ന് പുറത്തൊന്ന് കൊണ്ടുപോയിട്ട് സൈക്കിൾ ചവിട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അന്നേരം ആദ്യക്കുട്ടൻ പറഞ്ഞു അവൻ ഇന്ന് സൈക്കിളൊന്നും ചവിട്ടാൻ വയ്യ, അപ്പൂസേ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാൽ വിചാരിച്ചു എന്നാൽ ഒന്ന് ചൈന മാർക്കറ്റിലോട്ടും പിന്നെ ഇവിടെ അടുത്തുള്ളൊരു മാൾ ഓഫ് മസ്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാധനം അവിടെയുള്ള ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ മേടിക്കാം എന്നൊക്കെ വിചാരിച്ച് പോയി. അപ്പം എന്തേ നമ്മൾ താഴെ വന്നു കേട്ടോ. താഴോട്ട് വന്നപ്പോഴത്തേക്കും നല്ല സൂപ്പർ കാറ്റായിരുന്നു, അതേപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ കാറ്റൊക്കെ അടിച്ചിട്ട് മുടിയെല്ലാം ഇങ്ങനെ പറന്ന് വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. എന്നാലും ആ തണുപ്പ് നല്ല ഒരുപാടൊക്കെ വലിയ തണുപ്പായിട്ടില്ല, എന്നാലും ഒരു ചെറിയ തണുപ്പൊക്കെ ഇപ്പോൾ ചെറിയ തണുപ്പല്ല, ഒരുവിധം തെറ്റില്ലാത്ത തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയപ്പോൾ കാണാം ഇവിടെ എല്ലാം സാധാരണ നിറയെ പൂച്ചക്കുട്ടന്മാർ കാണുന്നതാട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം അങ്ങനെ അവിടെ സൈഡിൽ ഒരു പൂച്ചക്കുട്ടി അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്ന കടയുണ്ടല്ലോ, ആ കടയുടെ ഫ്രണ്ടിൽ അവർ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ദിവസവും ഫുഡൊക്കെ കാണും അവിടെ. ഇന്ന് നോക്കിയപ്പോൾ അവിടെ ഫുഡൊന്നും ഇല്ലായിരുന്നു. പൂച്ചയുടെ ഫുഡൊക്കെ വെച്ച് കൊടുക്കും, വെള്ളവും വെച്ച് കൊടുക്കും. അതേപോലെ ആ താഴെ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ പിന്നെ എന്താണ് ഹോട്ടലാണ് കേട്ടോ, മന്തി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ അതിൻ്റെ ചിക്കൻ്റെ വേസ്റ്റ് എല്ലാം വെട്ടി ആ ബലതയ ഡ്രം ഇരിക്കുന്നുണ്ട്, ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പൂച്ചയൊക്കെ എല്ലാം ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് നോക്കി. അപ്പോഴത്തേക്ക് നന്ദിയേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വരാനായിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ കാണാം ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ഒരു തണുത്ത ഒരു അന്തരീക്ഷം. പക്ഷേ എനിക്ക് ഈ തണുപ്പ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അതായത് ചൂടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ തണുപ്പ് എന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ നമ്മളെ ഒരു ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ഇടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്നാൽ ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് എവിടേക്കാണെന്ന് അറിയാമോ? ചൈന മാർക്കറ്റിലോട്ടാട്ടോ. അങ്ങനെ വണ്ടിയിലോട്ട് കയറി. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? പിന്നെ ഒരു ദിവസം രാത്രി നടന്നു പോയിട്ട് കുറേ പേരെ കാണിച്ചായിരുന്നു. അപ്പം ഈ രാത്രി കാണുന്നതാണ് നല്ല ഭംഗി കേട്ടോ. പകൽ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നുമില്ല. ഇവിടെയൊക്കെ കണ്ട ഈ ബിൽഡിങ്ങുകളും അതേസമയം ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി കാണാൻ നല്ല ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും കൊന്ന മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ ആ ചെറിയ കൊന്നകളാണെങ്കിലും അതിനകത്ത് നിറയെ ഇങ്ങനെ പൂക്കളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അല്ലാനുള്ള സമയങ്ങളിലൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ചെറിയ ഈന്തപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈന്തപ്പനയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയമുണ്ടല്ലോ, അതായത് ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ചെറിയ ഈന്തപ്പനയിൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളൊക്കെ പറിച്ചെടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു വലിയ ബിൽഡിങ് കാണുന്നുണ്ടോ, ആ റൗണ്ട് അബൌട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് വരെ ഞങ്ങളിങ്ങനെ ഈ കാണുന്ന ഈന്തപ്പനയുടെ അരിയാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ഈന്തപ്പനയെന്ന്. ഏകദേശം അവിടം വരെയൊക്കെ ഞങ്ങൾ നടന്നു വന്നിട്ട് തിരിച്ചു പോകും കേട്ടോ. അപ്പം ചൈന മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. 2-3 എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്കൂടെയാണ് കയറി പോകുന്നത്. അകത്തോട്ട് കയറിയാലും പല പല ഇടവഴികൾ പോലെ അകത്തോട്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. നമ്മളെ ഈ മാർക്കറ്റ് പോലെ ഉള്ള സംഭവം തന്നെ അതിനകത്ത് കയറിയാൽ കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് ചെന്നിട്ട് ഈ ചെടിയൊക്കെ ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ഫ്ലവർ വേസ് പോലെ ഒരു സംഭവം മേടിച്ചപ്പോൾ ഒരിടത്ത് 1 റിയാലും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആ സെയിം സാധനം അടുത്തടുത്ത് വന്നപ്പോൾ അയാൾ 2 റിയാലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് 1 റിയാലിന് മേടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു 800 പൈസയ്ക്ക് എന്നാൽ തരാമെന്ന് കേട്ടോ. അപ്പം നമ്മൾ പിണങ്ങിയൊക്കെ മേടിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ഇവർ വിലയൊക്കെ കൂട്ടിയൊക്കെ നമ്മളെടുത്ത് ചോദിക്കും. അപ്പോൾ എന്നാൽ ഞങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ആ പ്ലാന്റ് മേടിച്ചായിരുന്നു. എന്താന്ന് നമ്മുടെ ബാംബൂ പ്ലാന്റ്. അപ്പോൾ ആ കട നോക്കിയാണ് പോകുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോയ വഴിക്ക് ഈ പമ്പരമാണെന്ന് തോന്നുന്നല്ലേ, കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ അതിങ്ങനെ ഇരിക്കുന്ന കണ്ടു. എന്നാൽ വിചാരിച്ചു അതിരിക്കുട്ടൻ അത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ ഈ കാറ്റിൽ ഇങ്ങനെ കറങ്ങുമല്ലോ അത്. അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ, പല കളറ്. അപ്പോൾ അതിരിക്കുട്ടന് റെഡും ഒന്നും വേണ്ട, അവന് ബ്ലൂ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരെണ്ണം മേടിച്ച് കൊടുത്തു. അതിരിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതിങ്ങനെ ഊതി നമ്മുടെ പണ്ട് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ അവിടെ ഇഷ്ടംപോലെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമുക്കൊക്കെ മേടിച്ച് അച്ഛനും അമ്മയൊക്കെ തന്നിട്ടില്ല. ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയുണ്ട് ഇതേപോലത്തെ. പക്ഷേ ചൈനീസുകാരുടെ ഇതായതുകൊണ്ട് കണ്ടോ ഒരു ചൈന മോഡലുള്ള ഒരു പമ്പരം പോലെ ഉണ്ടല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് ബ്ലൂ മതിയെന്ന് പറഞ്ഞു.
അങ്ങനെ അവൻ അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്കാണെങ്കിൽ പിന്നെ വേറെയും പ്ലാന്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അന്നേരം അതികുട്ടൻ ഈ ഒരു പമ്പരം കിട്ടിയ സന്തോഷത്തിൽ ആ കടയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ ഞങ്ങളെന്നാൽ അവനെ വിളിച്ചിട്ട് അവനങ്ങോട്ട് വരുന്നില്ല. എന്നിട്ട് അവൻ പറയാണ് ഇത് എനിക്ക് ബ്ലൂ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് അതൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ കാണാം കുറേ ഈ തലയിലിടുന്ന ബണ്ണ്, ക്ലിപ്പ്, ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെയുള്ള കടയാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്നും മേടിച്ചില്ല, അതൊന്നും നോക്കിയതുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള നല്ല തൊട്ടിലുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഫീലാണ്. അപ്പോൾ അത് കണ്ടപ്പം എന്നാ വിചാരിച്ചു അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന്. പല ഷേപ്പിലും പല തരത്തിലും ഒക്കെയുള്ള തൊട്ടിലുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പല വെറൈറ്റി, പല മോഡല്, പല വില, അങ്ങനെ പല തരത്തിലുള്ള പലതരം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കാണാം ആ തറയിൽ പിന്നെ കുറേ ടോയ്സ്, അതായത് ഈ പൂച്ചക്കുട്ടികൾ, കറക്റ്റ് പൂച്ചക്കുട്ടികളുണ്ടല്ലോ, അവരിങ്ങനെ വാലൊക്കെ ആട്ടി ഇങ്ങനെ കരയുന്ന അതേ ഒരു സൗണ്ടിൽ, അത് നിങ്ങളെ കാണിച്ചത്, അത് തിരിച്ചു വരുമ്പോഴാണ് തോന്നുന്നു. ഈ കടയിൽ കയറിയാണ് ഞങ്ങൾ ഈ പ്ലാന്റ് മേടിച്ചത് കേട്ടോ, ബാമ്പു പ്ലാന്റ് മേടിച്ചത്. അപ്പോൾ അവിടെ നിന്നൊരു വേസും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പോലെ തന്നെ അവിടെ 1 റിയാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആ വേസിന് അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മേടിച്ച സെയിം ഒരെണ്ണം തന്നെയാണ് ഇന്ന് നമ്മൾ മേടിച്ചത്. പിന്നെ ഒരു പ്ലാന്റിന് 500 പൈസയാണ് കേട്ടോ. അതായത് ചെറിയൊരു പ്ലാന്റ്, ഒരു ഇച്ചിരി ഒരു നാമ്പ് വന്നിട്ട് ഒരു കമ്പും കൂടെ വന്നതിനാണ് 500 പൈസ. ഈ കാണുന്നതിൽ നിന്ന് ഒരെണ്ണം. അപ്പോൾ അത് ഒരു 2 എണ്ണം മേടിച്ചു. അവിടെ ഇരിക്കുന്നതിൽ നിന്നും ഒരു അതിടാനായിട്ടൊരു വേസും കൂടെയൊക്കെ മേടിച്ചു. എന്നിട്ട് അതൊക്കെ അയാൾ പാക്ക് ചെയ്ത് തന്നു കേട്ടോ. പിന്നെയെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ വിചാരിച്ചു, മുകളിൽ നിറയെ ലൈറ്റുകളുണ്ട് കൂട്ടുകാരെ. അത് നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെ. ഒരു ലൈറ്റുകളുടെ ഒരു വർണ്ണപ്രഭയാണ് മുകളിൽ. ഞാൻ പറഞ്ഞ പൂച്ച, അത് ഞാൻ പറയാൻ വിട്ടു. ആ കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് കരിയും വാലൊക്കെ അനക്കും. അത് ഒറിജിനൽ പൂച്ച പോലെ തന്നെ ഇടണം. ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം പോയപ്പോൾ അതിരിക്കുട്ടൻ ഒരെണ്ണം മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു. ഇത് മുകളിലത്തെ നിലയിലുള്ള ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഫർണിച്ചർ കട, അത് കഴിഞ്ഞിട്ട് ഈ വാട്ടർ ഫൗണ്ടൻ ഉണ്ടല്ലോ പല മോഡലിലുള്ള, അതൊക്കെ വിൽക്കുന്ന കട, അങ്ങനെയാണ് അങ്ങോട്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അതായത് ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. മുകളിലത്തെ നിലയിലാണ് അതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഈ സൈഡിലൊക്കെ വലിയ മിറർ, കണ്ണാടി ഉണ്ടോ, അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവർ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയ ടോയ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഗ്ലാസ്സുകൾ, അതായത് നമ്മുടെ കണ്ണാടി ഉണ്ടല്ലോ, അതിൻ്റെ പല തരത്തിലും പല ഷേപ്പിലും ഒക്കെയുള്ള കണ്ണാടികളാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ വാട്ടർ ഫൗണ്ടൻ, പല വെറൈറ്റി, അതൊക്കെ വലിയ വിലയാണ്. ഏകദേശം 400-450 റിയാലോളമാണ് ഈ കാണുന്ന വാട്ടർ ഫൗണ്ടനൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടുന്നായിരുന്നു നമ്മൾ ഇവിടത്തേക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നത്. ഇവിടെ ഇരിക്കുന്നതും ഇവിടുന്ന് ഒരെണ്ണം മേടിച്ച് തന്നെ കേട്ടോ. അപ്പം പലതരത്തിലുള്ള വാട്ടർ ഫൗണ്ടനുകളും എല്ലാം ഉണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് കുളിർമയാർന്ന കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും കേട്ടോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മടുപ്പ് തോന്നത്തില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഫർണിച്ചറിൻ്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് നടന്ന് വരുമ്പം ഞാൻ പറഞ്ഞ ആ മനോഹരമായ പ്രഭ ഉണ്ടോ, വർണ്ണപ്രഭയുള്ള നമ്മുടെ പല വെറൈറ്റി തരത്തിലുള്ള ലൈറ്റ്സുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലും മൊത്തം ഈ പല തരത്തിലുള്ള ലൈറ്റുകളാണ് കൂട്ടുകാരെ. ഇങ്ങനെ നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേ. നമ്മൾ കണ്ടിട്ടില്ലാത്ത പല തരത്തിലുള്ള ലൈറ്റുകളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു റൂമിൽ എന്തൊക്കെ വേണം അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കട്ടിൽ, അതേപോലെ തന്നെ വാൾപേപ്പർ, ആ കട്ടിലിന് ചേരുന്ന തരത്തിലുള്ള വാൾപേപ്പർ, അങ്ങനെ അത് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മരം കണ്ടോ, അതിനകത്ത് നിറയെ പൂക്കൾ, എന്നിട്ട് അതിനകത്ത് ലൈറ്റ് ചുറ്റി ഇത് കൊടുക്കാൻ വെച്ചേക്കുന്ന കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ മൂട്ടിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അവിടെ ബെഞ്ചും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വലിയ മഴയൊന്നും വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുവച്ചിട്ട് വെളിയിൽ ഒരു ബെഞ്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത്.
പിന്നെ ഈ ലൈറ്റുകൾ നമ്മൾ എത്ര കണ്ടാലും തരത്തില്ല. ഞാൻ പറഞ്ഞ ആ ഒരു റൂമിന് വേണ്ടുന്ന അലങ്കാരങ്ങളെല്ലാം കണ്ടോ നിങ്ങൾ? അതിന് ചേരുന്ന ആ ഭിത്തിക്ക് നല്ല, അതായത് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് അതിന് ചേരുന്ന കട്ടിൽ, മിറർ, എല്ലാ സംഭവങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കസേര നോക്കിക്കേ, ഇത് തറയിലിരിക്കുന്ന കസേരയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന് അപ്പൂപ്പനും പിന്നെ അതേപോലെ ഗിഫ്റ്റ് ബോക്സുകൾ ഇങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് കയറുന്നിടത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നേരെ താഴോട്ട് വന്നു. അപ്പോൾ നല്ല കാറ്റായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽക്കുട്ടന് മേടിച്ച് ആ പമ്പരം നന്നായിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു. പിന്നെ അവിടെ നേരെ നമ്മൾ മാൾ ഓഫ് മസ്കറ്റിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബബിൾ ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്, അത് പല ഫ്ലേവറിലുണ്ട്. അപ്പോൾ എന്നാൽ അതും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പം അതിൽക്കുട്ടന് ഇവിടെ വരുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഇപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് ആ ഈന്തപ്പനയുടെ അതിലൊന്നും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ അവിടെ വന്നിട്ട് അത് ഓർഡറൊക്കെ ചെയ്തു. ഓർഡർ ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരതെല്ലാം ശരിയാക്കി കൊണ്ടുവന്നു. നമ്മൾ 2 ഫ്ലേവറാണ്, ഒന്ന് സ്ട്രോബെറിയും പിന്നെ വേറെ ഒന്ന് മാംഗോ പോലുള്ള, അങ്ങനെ 2 ഫ്ലേവറിലുള്ളത് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്ന് ഇത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴിക്കാമെന്നാണ് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ എന്തോ ബബിള് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പം അതുമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം അതിൽക്കുട്ടനെ എൻ്റെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് അത് ആസ്വദിച്ച് തന്നെ അതിൽക്കുട്ടനും കഴിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മുകളിലത്തെ നിലയിൽ പോകുമ്പോൾ അവിടെ വലിയൊരു എന്താ പറയുന്നത്, ഇതിനകത്ത് നമുക്ക് കയറാം. ഒരാൾക്ക് 25 റിയാൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള മീനുകൾ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നേരത്തെ നമ്മൾ വരുമ്പോൾ ഇത്രയും മറച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കണ്ടു ഇത് പകുതിയോളം ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മീനിനെ നന്നായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷെ എന്നാലും വലിയ തിരച്ചി, ഷാർക്ക്, പിന്നെ കുറേ പലതരത്തിലുള്ള വെറൈറ്റി മീനുകൾ ഒക്കെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിരിക്കുട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ അപ്പുറത്തോട്ടൊക്കെ വേറെ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പെൻഗിനുണ്ട് കേട്ടോ. അവിടെ പെൻഗിൻ ഇങ്ങനെ ചില ദിവസങ്ങളിൽ പോകുമ്പോൾ അതിങ്ങനെ നീന്തി നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കണ്ട് ദൂരെ ഒരു ഭാഗത്ത് ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ പോകുമ്പോൾ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അവരിങ്ങനെ നീന്തി വന്ന് ഈ കാണുന്ന നമ്മൾ ഈ പുറത്തല്ലേ ഇരിക്കുന്നത്, നമ്മുടെ അടുത്തിങ്ങനെ നീന്തി വന്നിട്ട് വീണ്ടും അവരിങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇന്ന് അവരെല്ലാവരും അവിടെ ഒരു പാറക്കല്ലിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ തോനെ നേരം നിന്നില്ല. അതിൻ്റെ അടിയിലത്തെ നിലയിലാണ് നമ്മുടെ ലുലു. അപ്പോൾ അവിടോട്ട് പോയിട്ട് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു, ഫ്രൂട്ട്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ അതിൽക്കുട്ട ഇതിനെ കണ്ടുകൊണ്ട് തന്നെ അവിടെ അങ്ങ് നിൽക്കുമായിരുന്നു. വിചാരിച്ചു ഇന്ന് ചിലപ്പോൾ അടുത്തോട്ട് വരുമെന്ന്. പക്ഷേ ഇന്ന് വന്നില്ലായിരുന്നു കേട്ടോ. വേറെ ഒരു ദിവസം 1-2 ദിവസം നമ്മുടെ അടുത്തിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. സ്ട്രോബെറിക്ക് ഇപ്പം നല്ല വിലക്കുറവാണ്. ഈ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് വിലക്കുറവാട്ടോ. അപ്പം 3 ബോക്സ് സ്ട്രോബെറിയൊക്കെ മേടിച്ചു. വീട്ടിൽ വന്നു, അതൊക്കെ കഴുകി അതിൽക്കുട്ടന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുള്ള ഫ്രൂട്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ടേക്ക് കെയർ.